ഹായ് ഹലോ എം ജി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാനും ഇച്ചാനും കൂടി ഇന്നൊരു ചെറിയൊരു യാത്രയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വ്യത്യാസമായൊരു കാലാവസ്ഥയൊക്കെയാണ്. രാവിലെ ഭയങ്കര തണുപ്പും മഞ്ഞും ഒക്കെയാണ്. അപ്പോൾ ഉച്ചയോട് കൂടിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിട്ടോ, നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അതുപോലത്തെ ചൂടാണ്. ആ ചൂട് സമയത്താണ് ഞങ്ങളുടെ ഈ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത് തന്നെ. നമ്മുടെ മടക്ക യാത്ര എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, വന്ന് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഏകദേശം 3 മണി സമയമായപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബിരിയാണി കഥ തന്നെ പറയാം. അതായത് ഞങ്ങൾ ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുക്കിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്, ഞാനും ഇച്ചാനും കൂടിയാണ്. അപ്പം നമ്മൾ ചെറിയൊരു പാക്കറ്റാണ് വാങ്ങിച്ചത് ബിരിയാണിയുടെ കേട്ടോ. അപ്പോൾ അമ്മയും പപ്പായും ഇവിടെ ഇല്ല, അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേനും എത്തും. അപ്പോൾ നമ്മുടെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഈ ചെറിയ പാക്കറ്റായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്, അല്ല നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ അരി എടുത്ത് വെള്ളത്തിലിടുകയാണ്. അരി ഒന്ന് കഴുകി 10 മിനിറ്റ് നമ്മളൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട് അരി. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും തന്നെ അറിയാം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം നമ്മൾ ബിരിയാണി ഫുൾ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇപ്പം നമ്മൾ വൈകുന്നേരത്തെ നമ്മുടെ ഒരു ചെറിയൊരു സ്പെഷ്യൽ, ചില വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ സ്പെഷ്യലുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇച്ചായനാണ് അരിയെല്ലാം ഒന്ന് ജസ്റ്റ് കഴുകി അത് വീണ്ടും വെള്ളത്തിൽ കുതിർത്തൊക്കെ വെക്കുന്നത് ഇച്ചായനാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ശേഷം നമുക്ക് അരി വാരിയെടുക്കാം. ഇപ്പം നമുക്ക് അതിനകത്ത് കിട്ടിയിരിക്കുന്ന പാക്കറ്റുകളൊക്കെ നോക്കാം. അതായത് പപ്പടമുണ്ട്, നെയ്യുണ്ട്, മസാലയുണ്ട്, എസൻസ് ഉണ്ട്, പിന്നെ മുന്തിരിയുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ കുറച്ചേറെ സാധനങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പം നമ്മുടെ ബിരിയാണിയുടെ ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സവാളയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വിജയൻ പറയുന്നത് ചെറുതായിട്ട് കനം കുറച്ച് അരിയണം, എങ്കിൽ മാത്രമേ അതിനുള്ളൂ, ഇങ്ങനെയാണെന്നൊക്കെ വിജയൻ കുറേ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ തണ്ടമുണ്ടം എന്നുള്ള രീതിയിലാണ് സവാള ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പം ഞാൻ സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ക്യാമറമാൻ ഇച്ചാനാണ് കേട്ടോ, ക്യാമറ പിടിച്ച് തരുന്നത് ഇച്ചാനാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നെയ്യിൽ നമുക്ക് സവാളയൊക്കെ ഒന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെന്ന് വെച്ചാൽ ഗോൾഡൻ കളറാക്കി എടുക്കണം. പിന്നെ അരി വേവിക്കണം. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് വഴിയേ നമ്മുടെ ബിരിയാണി കഥ ഞാൻ മുന്നോട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്, അപ്പോൾ നമുക്ക് പുതിയ ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ നമ്മളിങ്ങനത്തെ പുതിയ ഐറ്റംസൊക്കെ നമ്മൾ പരീക്ഷിക്കുമ്പോഴാണ് നമുക്കെല്ലാ സന്തോഷമൊക്കെ, എല്ലാവരും നല്ല ടേസ്റ്റൊക്കെ ആണെന്നൊക്കെ പറയുന്നതായിരിക്കും നമുക്കൊരു മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇത് കവറിൽ നിന്നല്ല എല്ലാ സാധനങ്ങളും പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ കവറിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം അടുത്തുണ്ടെങ്കിൽ വേഗം അല്ലെങ്കിൽ ആദ്യം നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നതൊക്കെ കരിഞ്ഞു പോകും, നമ്മൾ വേറൊരു സാധനം എടുക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനെല്ലാം ഓരോ പാത്രത്തിലേക്കൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഗ്യാസെല്ലാം കത്തിച്ചു. ഇനിയിപ്പം നമ്മൾ അരി നമുക്ക് വേവിക്കാനുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് മസാലയൊക്കെ എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ബിരിയാണി. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നൊരു കുഞ്ഞ് ബിരിയാണിയാണല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചിട്ട് പറയുന്നത്. അല്ല ഭയങ്കര സ്പെഷ്യൽ, ഭയങ്കര ഇതായിട്ടൊന്നും ഉണ്ടാക്കുന്നൊരു ബിരിയാണി എന്നല്ല. അപ്പം നമ്മൾക്ക് ഒരു ചെറിയ നമ്മുടെ ഒരു വൈകുന്നേരത്തെ ഒരു ലഘുഭക്ഷണം എന്നുള്ള രീതിയിൽ മാത്രം ഇത് കണക്കാക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം മസാലയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്, ഒന്ന് വരട്ടിയൊക്കെ ഒന്ന് എടുക്കുകയാണ്. അത് ജസ്റ്റ് മസാലകളൊക്കെ ഒന്ന് പൊട്ടുന്നതൊക്കെ അത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു, ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി വാരി, നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന അരി ഉണ്ടല്ലോ, ആ സംഭവം അരി വാരി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബിരിയാണി ചോറ് വയ്ക്കാനുള്ള നമ്മുടെ രീതി. എന്ന് വെച്ചാൽ നമ്മൾ എളുപ്പത്തിലുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിച്ചു പോകും കേട്ടോ. ഭയങ്കര തീയാണല്ലേ, ഇത് ഗ്യാസിൻ്റെ തീ കൂട്ടിയിട്ടേക്കാണ് ഞാൻ. അപ്പോൾ അത് കരിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അത് വെള്ളം നമുക്കറിയാമല്ലോ, ഇത്ര അരി വേവാൻ ഇത്ര വെള്ളമൊക്കെ വേണമെന്ന്. അതെല്ലാം ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും അറിയാം, ബിരിയാണി ഉണ്ടാക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്.
അപ്പം നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, വെള്ളത്തിൽ കിടക്കുന്ന ആ അരി വാരി നമ്മളിപ്പോൾ ആ കലത്തിലേക്ക്, വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്, ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ അരി ഒന്ന് വെന്ത് വരണം. അത് നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി നോക്കണം, ഇത് അരി വെന്തിട്ടുണ്ടോ, അത് ഒരുപാട് വേവുള്ള അരിയാണോ എന്നൊക്കെ നോക്കണം. ഈ വെള്ളത്തിലിട്ടതായത് കാരണം ഒരുപാട് നേരമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്തൊരു നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ട് കാണുമായിരിക്കും. ഒരു നാരങ്ങനീര് നമ്മൾ പിഴിഞ്ഞൊഴിക്കുക, അത് ഞാൻ വിട്ടുപോയി പറയാനേ. അത് ചോറ് ഒറ്റയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങ് ചില അരിക്കുകയാണെങ്കിൽ ഭയങ്കര പശയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് കിട്ടുന്ന അരിയാകുമ്പോൾ നമുക്കറിയത്തില്ല എങ്ങനെയുള്ള അരിയാണ്. നമ്മളല്ലാതെ മേടിക്കുന്ന അരിയും അരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുന്ന അരിയും കവറിൽ കിട്ടുന്ന അരിയും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ നാരങ്ങനീര് ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ അത് സെറ്റാവും, ചോറ് നല്ലതായിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഇച്ചിരി നെയ്യിൽ ഒരു പാത്രത്തിൽ എടുത്തിട്ട് നെയ്യിൽ ചൂടാക്കി അതിലേക്ക് നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി. എന്നിട്ട് നമ്മൾ കോരി വയ്ക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ബിരിയാണിക്ക് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ സെറ്റാക്കി വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ ആ പപ്പടം നമ്മളങ്ങനെ ഇത് വറുത്ത് കോരി വെച്ച്, ഇതാണ് നമ്മുടെ ബിരിയാണി. നമ്മുടെ ചെമ്പ് എന്ന് പറഞ്ഞാൽ അപ്പച്ചനാണ് കേട്ടോ, നമ്മുടെ ഇഡലിപ്പാത്രം എന്ന് പറയും. അതിലാണ് ഞാൻ സാധാരണ എപ്പോഴും ബിരിയാണി റെഡിയാക്കി വെക്കുന്നത്. ഇതാണ് നമ്മുടെ ബിരിയാണി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ബിരിയാണി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ ബിരിയാണി കേട്ടോ, വേഗം ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചോറ് വാർത്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ മറ്റേ കലത്തിൽ നമ്മൾ വെക്കുന്ന ചോറ് ഞാൻ വാർത്തിടുകയാണ് ചെയ്യുന്നത്. വാർത്തിട്ടിട്ടാണ് നമ്മൾ ഈ ചെമ്പിൽ സെറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഫോണും ഇത് രണ്ടും കൂടി എനിക്ക് പിടിച്ചുകൊണ്ട് ചെയ്തെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എടുക്കാൻ വിട്ടുപോയത്. അപ്പം നമ്മുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അന്നേരം കറി സെറ്റായിട്ട്, അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ പൈനാപ്പിൾ എസൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, മിക്സ് ചെയ്തൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ ബൈ.